ഒരൊറ്റ തുള്ളി എണ്ണ പോലും വേണ്ടാത്ത, എന്നാൽ നമുക്ക് ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റിയെടുക്കേണ്ടാത്ത ഒരട്ടിപ്പൊളി സ്ക്വിഡ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. സ്ക്വിഡ് മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു നോൺ വെജ് കറിയും ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനത്തെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമേ. അപ്പം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ്. ഒരു കുക്കറിലോട്ട് ഞാൻ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ നല്ല രീതിക്ക് വെന്ത് വരുന്ന രീതി വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. ഞാനൊരു 2-3 വിസിൽ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പാണ്. അപ്പം ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കുക്കിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച്. ഇപ്പം ഞാനകത്ത് എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ പാകത്തിന് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വറ്റിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി ഞാൻ മിക്സിക്കകത്തിട്ട് നല്ല ജ്യൂസ് പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ തക്കാളി നമുക്കിതിലേക്ക് ചേർക്കണം. അപ്പോൾ തക്കാളി ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കിതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. മുളക് പൊടി 1-2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് നമ്മളുടെ മസാലകളുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അത് മാറി വരുന്നിടം വരെ നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ജ്യൂസാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഈ തക്കാളിയുടെ പച്ചച്ചൊവ മാറുന്ന രീതിക്ക് ഇത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ലോണം തിളച്ച് നല്ല കുറുകി വരുന്നിടം വരെ നമ്മളിത് നല്ലതുപോലെ ഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രഷർ കുക്കർ ഒന്ന് അടച്ചിട്ട് 1-2 വിസിൽ വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. നന്നായിട്ട് പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. കൂന്തലും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒറ്റ തുള്ളി എണ്ണ പോലും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഫാറ്റൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ കൂന്തലൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ കൂന്തൽ റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ കറിക്ക് കിട്ടുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കറിക്കും തന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അതുപോലെ നല്ലൊരു മണവുമാണ് നമ്മളുടെ ഈ കസൂരി മേത്തി നമ്മളുടെ കറികളിൽ ചേർത്ത് കൊടുത്താലേ. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണ ഇല്ലാതാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ആരും തന്നെ പറയില്ല. ഏതൊരു നോൺ വെജ് കറിയും ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഉള്ളിയുടെ ചാറിൽ അത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളുടെ ഗ്രേവിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.